ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമുക്ക് ജർമ്മനിയിലെ ഒരു ഡേ കണ്ടാലോ? ഞാൻ രാവിലെ എണീറ്റപ്പോൾ തന്നെ നല്ല ക്ലൗഡി ആയിരുന്നു. പക്ഷെ എനിക്കിന്ന് ഇന്ത്യൻ സ്റ്റോറിൽ പോകണം. ഇതൊക്കെ ഇവിടുത്തെ പതിവാണ്. അതൊക്കെ ഒന്നും മൈൻഡാക്കാതെ ഞാൻ പോയി റെഡിയായി ഇന്ത്യൻ സ്റ്റോറിൽ പോകണമല്ലോ. പക്ഷേ എനിക്കൊരു സാധനവും മേടിക്കാനില്ല. അതാണ് വേറൊരു കാര്യം. എൻ്റെ റൂംമേറ്റിൻ്റെ ഒപ്പം ഞാൻ കൂടെ പോയതാണ് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് 1 മാസമേ ആയുള്ളൂ. നാട്ടിലെ മഴയും ഇവിടുത്തെ മഴയും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വോയിസ് ഒന്നും ശ്രദ്ധിക്കണ്ട കേട്ടോ, കാരണം എനിക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു പ്ലേസ് പോലും ഒരു വോയിസ് ഓവർ കൊടുക്കാൻ. ഞാനിപ്പോൾ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, എല്ലാം വെൽ കണക്റ്റഡ് ആണ്. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്ത്യൻ സ്റ്റോറിൽ പോകാം. എൻ്റെ റൂംമേറ്റാണ് കേട്ടോ എനിക്ക് ഇന്ത്യൻ സ്റ്റോർ കാണിച്ചു തന്നത്. സത്യത്തിൽ എനിക്ക് ഇവിടെ വന്നിട്ട് ഒരു സ്റ്റോറും അറിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടും കൂടി ഓരോ സ്ഥലത്ത് പോയി ഇപ്പോൾ ഓരോ സ്ഥലം എനിക്കറിയാം. പിന്നെ എൻ്റെ റൂംമേറ്റ് മലയാളിയല്ല കേട്ടോ, ഡൽഹിയിൽ നിന്നാണ് ആൾ വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് നൂഡിൽസൊക്കെ നോക്കി, അപ്പോഴേക്കും ഞാൻ മറന്നുപോയി ബാസ്ക്കറ്റ് എടുക്കുന്നതിൻ്റെ കാര്യം. പിന്നെ ആൾക്കും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി ഒരുമിച്ച് ഓരോ സാധനങ്ങളൊക്കെ നോക്കി. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാർലേജിയൊക്കെ ഇവിടെ കിട്ടും കേട്ടോ. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ സാധനങ്ങളും ഈ കടയിൽ ഞാൻ കണ്ടായിരുന്നു. പിന്നെ അച്ചാർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അവിടെ കുറച്ച് നേരം പോയി നോക്കിക്കാം. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന അച്ചാറൊക്കെ തീർന്നു കേട്ടോ. 1 മാസം കൊണ്ട് ഞാൻ തീർത്തോന്ന് വെച്ചാൽ തീർന്നു. പക്ഷേ ചെമ്മീനച്ചാറൊക്കെ ഉണ്ട്. മാങ്ങച്ചാർ ഞാൻ വേഗം തീർന്നു. മാങ്ങച്ചാറിൻ്റെ വീക്ക്നെസ്സാണ്. പിന്നെ ഞാൻ എന്തൊക്കെയോ കാണിക്കുന്ന ഒരു ഷോട്ടും കൂടി എടുത്ത്, ഇതൊക്കെയാണ് ഞാൻ മേടിച്ച സാധനങ്ങൾ. ഇവിടെ വന്നപ്പോഴാണ് ഇഡ്ഡലി ചെമ്പ് തുടങ്ങി എല്ലാം കിട്ടും. സാധനങ്ങളെല്ലാം ഇവിടെ ഉണ്ടെന്ന്. പിന്നെ കുറച്ച് വിഗ്രഹങ്ങളും ഹിന്ദുസിനെ യൂസ് ചെയ്യാൻ പറ്റിയ വിഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ആ ഷോപ്പിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ നമ്മുടെ ചിപ്സും കപ്പുറത്തതും കണ്ടത്. എനിക്ക് ഈ സാധനങ്ങൾ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനിത് അധികം കൊണ്ടുവന്നില്ല. പക്ഷേ ഇതും നമ്മുടെ ഇന്ത്യൻ സ്റ്റോറിൽ കിട്ടും. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ തേങ്ങയാണല്ലോ കേരളത്തിൽ. തേങ്ങയെന്ന് വെച്ചാൽ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ എല്ലാ കറിയിലും യൂസ് ചെയ്യുന്നത്. അതും ഞാൻ അവിടെ കണ്ടു. ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എല്ലാം മേടിച്ച് കഴിഞ്ഞ് തിരിച്ച് പുറത്തോട്ടിറങ്ങിയപ്പോഴാണ് ഇപ്പം മനസ്സിലായത്, രാവിലെ കണ്ട വെതറല്ല ഇപ്പം ഉള്ളത്. ഇപ്പം നല്ല സണ്ണി ആയിട്ടിരിക്കുന്നു. പറഞ്ഞ് ഞങ്ങൾ നടന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. പിന്നെ ഞങ്ങൾ വേഗം തിരിച്ച് റൂമിലേക്ക് ചെന്നിട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നത് വരെ ബൈ.